ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSSTയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് HSSTയുടെ ഒരു ജനറലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ HSSTയുടെ നമ്മൾക്കറിയാം എക്സാം ഡേറ്റ് വരുന്നത് 23 ജൂലൈ 2022 ആണ്. അതായത് HSA നടന്നിട്ട് കൃത്യം ഒരു മാസവും ഏതാനും ദിവസങ്ങളും മാത്രം നമ്മൾക്ക് കിട്ടുള്ളൂ. അതുപോലെ എക്സാം OMR ആയിരിക്കും. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ, നമ്മൾക്ക് എക്സാമും അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ HSST എക്സാം നടക്കുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ പേപ്പർ ആയിരിക്കും. 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു കറക്റ്റ് ആൻസറിന് നമ്മൾക്ക് 1 മാർക്ക്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 3 ആൻസർ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് 1 മാർക്ക് നഷ്ടമാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. റിസർച്ച് മെത്തഡോളജി, അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അത് രണ്ടിനും, റിസർച്ച് മെത്തഡോളജിക്ക് 5 മാർക്സ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്സ്. പിന്നെ സെക്കൻഡ് വൺ, സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്സ്, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് 5 മാർക്സ്. പിന്നെ റിനൈസൻസ് ഇൻ കേരള 5 മാർക്സ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 5 മാർക്സ്. അങ്ങനെ 30 മാർക്സ് ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ കോർ സബ്ജക്റ്റിന് 70 മാർക്സ്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സബ് ടോപ്പിക്സ്, ജനറൽ ടോപ്പിക്സിൻ്റെ സബ് ടോപ്പിക്സ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് സഹിതം. എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം, അത് നിങ്ങൾക്ക് സബ് ടോപ്പിക്സ് കാണാം. ഇനി നമ്മൾക്ക് മെയിൻ ടോപ്പിക്സ് നോക്കാം. കോർ സബ്ജക്റ്റ് മൊഡ്യൂൾ 1, ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th സെഞ്ച്വറി. അതാണ് ഫസ്റ്റത്തെ മൊഡ്യൂൾ. അപ്പോൾ അതിലെന്നല്ല, എല്ലാ ടോപ്പിക്സിനും ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്, നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്. ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിലെ ഓരോ ഇഞ്ചും നമ്മൾക്കറിയണം, എല്ലാ ഭാഗവും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. സമ്മറി പഠിച്ചാലും നമ്മൾക്ക് ഏതാണ്ട് ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് തന്നെ. അപ്പോൾ ആ രീതിയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമ്മൾക്ക് ഒന്നുകൂടി സിലബസ് ഒന്ന് ലൂസായിട്ട് കിട്ടും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് കിട്ടും. കാരണം കുറച്ച് ടോപ്പിക്സിൻ്റെ ഡെപ്ത്ത് നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ HSST സിലബസ് എന്നിങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴത്തെ ഒരു വാസ്റ്റായിട്ടുള്ള ആ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിലെ മിക്ക ടോപ്പിക്സും നമ്മൾ ഡിഗ്രി ലെവലിലും PG ലെവലിലും പഠിച്ചതാണ്. അതുപോലെ ചിലത് നമ്മൾക്ക് HSAക്ക് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ അങ്ങോട്ട് ഒഴിവാക്കാം നമുക്ക്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ജോൺ ഡണ്ണിൻ്റെ ബാറ്റർ മൈ ഹാർട്ട്, അതുപോലെ കാനനൈസേഷൻ, ദെൻ മിൽട്ടൺ, ലിസിഡസ്, പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9, ജോൺ ഡ്രൈഡൻ, മാക് ഫ്ലെക്നോ, തോമസ് ഗ്രേ, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്, then Shakespeare, Twelfth Night, Hamlet, Sonnets number 18, 30, 116, Alexander Pope, Rape of the Lock, Christopher Marlowe, Dr. Faustus, Francis Bacon, Of Studies of Marriage and Single Life, Of Truths, Jonathan Swift, The Battle of the Books, Robert Burns, A Red Rose, William Blake, The Tiger, The Lamb. 1, 2 ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഡോണ്ട് വറി. ഇനി മൊഡ്യൂൾ 2, നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി, ബിയോൾഫ്, ബാലാഡ്സ്, സർ പാട്രിക് സ്പെൻസ്, ചെവി ചേസ്, ജെഫ്രി ചോസർ, പ്രൊലോഗ് ടു ദി കാൻറ്റർബറി ടെയിൽസ്, തോമസ് കിഡ്, ദ സ്പാനിഷ് ട്രാജഡി, എഡ്മണ്ട് സ്പെൻസർ, എപ്പിഥാൽമിയൻ, ആൻഡ്രൂ മാർവൽ, ടു ഹിസ് കോയ് മിസ്ട്രസ്, റിച്ചർഡ് ഷെറിഡൻ, ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, തോമസ് മൂർ, ഉട്ടോപ്യ, ഹെൻറി ഫീൽഡിംഗ്, ടോം ജോൺസ്, സാമുവൽ റിച്ചാർഡ്സൺ, പമേല, ഡാനിയൽ ഡിഫോ, റോബിൻസൺ ക്രൂസോ. അപ്പോൾ ഇതും നമ്മൾ കുറച്ചുള്ളൂ പഠിക്കാത്തത്. പിന്നെ ഇത് നോൺ ഡീറ്റെയിൽഡ് ആണ്. ഓഥറിനെ പറ്റിയും സമ്മറിയും പഠിച്ചു വെക്കുക, അതാണ് കൂടുതൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ മൊഡ്യൂൾ 3, ദ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരിയഡ്. അതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് വരുന്നത് വേർഡ്സ്വർത്തിൻ്റെ ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, പിന്നെ ദെൻ സാമുവൽ കോളറിഡ്ജ്, കുബ്ല ഖാൻ, ജോൺ കീറ്റ്സ്, ഓഡ് ടു നൈറ്റിംഗേൽ, Shelley, Ode to the West Wind, Lord Byron, The Prisoner of Chillon, Lord Tennyson, Ulysses, Lotus Eaters, Arnold, Scholar Gypsy, Dover Beach, Robert Browning, Andrea del Sarto,
Hopkins, The Pied Beauty. Dickens, On the Knocking at the Gate in Macbeth. Charles Lamb, Oxford in Vacation, Dream Children. Oscar Wilde, Importance of Being Honest. നമ്മൾ ഓരോ ടോപ്പിക്സും എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾക്ക് വളരെ സിമ്പിളാണെന്നുള്ളത് മനസ്സിലാവുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷൻ തോന്നും. ദാറ്റ്സ് സ്വാഭാവികമാണ്. ഇപ്പോൾ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മളുടെ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡിൽ വരുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലഡ്സ്, ഒലൂണ്ട ഇക്വാനോ, ദ ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ്, ചാപ്റ്റർ 4 and 5, ഷെല്ലി ദ സെൻസി, മേരി ഷെല്ലി ഫ്രാങ്കൻസ്റ്റൈൻ, എമിലി ബ്രോണ്ടെ wuthering Heights, ചാൾസ് ഡിക്കൻസ്, ഒലിവർ ട്വിസ്റ്റ്, തോമസ് ഹാർഡി, ടെസ് ഓഫ് ദി ഡർബർവിൽസ്, ജെയിൻ ഓസ്റ്റൻ, മാൻസ്ഫീൽഡ് പാർക്ക്. ഇനി മൊഡ്യൂൾ 5 20th സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. അതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്നത് W.B. Yeats ദ സെക്കൻഡ് കമ്മിങ്, ദെൻ സെയിലിംഗ് ടു ബൈസാൻറ്റിയം, T.S. Eliot ദ വൈസ് ലാൻഡ്, W.H. Auden ഇൻ മെമ്മറി ഓഫ് W.B. Yeats, ഡിലൻ തോമസ് പോയം ഇൻ ഒക്ടോബർ, സിൽവിയ പ്ലാത്ത് ഡാഡി, ഫിലിപ്പ് ലാക്കിൻ ചർച്ച് ഗോയിങ്, കാരോൾ ആൻഡ് ഡഫി ആൻഡ് ഹാഥാവേ, ടെഡ് ഹ്യൂസ് തോട്ട് ഫോക്സ്, ടോം ഗൺ ഓൺ ദ മൂവ്, ഷോ പിഗ്മാലിയൻ, എലിയറ്റ്, മർഡർ ഇൻ ദ കത്തീഡ്രൽ, സിഞ്ച് പ്ലേബോയ് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ്, സാമുവൽ ബെക്കറ്റ് വെയിറ്റിംഗ് ഫോർ ഗോഡോ, ഹാരോൾഡ് പിൻഡർ ദ ബർത്ത്ഡേ പാർട്ടി, T.S. Eliot ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, വെർജീനിയ വൂൾഫ് മോഡേൺ ഫിക്ഷൻ. അപ്പോൾ ഇതിലും എല്ലാതും തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നോ രണ്ടോ മാത്രമേ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തതിൽ തന്നെ പഠിക്കാത്ത ഭാഗം വരുന്നുള്ളൂ. ഓക്കെ. ദെൻ മൊഡ്യൂൾ 6 ഫോർ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി, F.R. Lewis, The Great Tradition, Joseph Conrad, The Heart of Darkness, Virginia Woolf, Mrs. Dalloway, James Joyce, A Portrait of the Artist as a Young Man, George Orwell, 1984, John Fowles, The French Lieutenant's Woman, Angela Carter, Nights at the Circus, Carol Churchill, Top Girls. മൊഡ്യൂൾ 7 ഫോർ ഡീറ്റെയിൽഡ് സ്റ്റഡി, അത് നമ്മളുടെ ഇന്ത്യൻ ലിറ്ററേച്ചറാണ്. രവീന്ദ്രനാഥ് ടാഗോർ, പോംസ് 1 to 20 ഫ്രം ഗീതാഞ്ജലി, ശ്രീ അരബിന്ദോ, ദ ട്രാൻസ് ഓഫ് വെയിറ്റിംഗ്, സരോജിനി നായിഡു, കോറമാൻഡൽ ഫിഷേഴ്സ്, കമലാദാസ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ഫ്രീക്സ്, നിസിം എസ്കേൽ, ബാക്ക്ഗ്രൗണ്ട്, കാഷ്വലി, A.K. രാമാനുജൻ, എ റിവർ, ദ സ്ട്രൈഡേഴ്സ്, ഗിരീഷ് കർണാഡ്, നാഗമണ്ഡല, മഞ്ജുള പത്മനാഭൻ, ഹാർവെസ്റ്റ്, മഹേഷ് ദത്താനി, ഡാൻസ് ലൈക്ക് എ മാൻ, എസ് എൻ ദാസ് ഗുപ്ത, തിയറി ഓഫ് രസ, കുഞ്ഞുണ്ണി രാജ, തിയറി ഓഫ് ധ്വനി. ഇനി അതിൽ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്നത് വിജയ് ടെണ്ടുൽക്കർ, ദ കോർട്ട് ഈസ് ഇൻ സെഷൻ, മുൽക്ക് രാജ് ആനന്ദ്, ദ അൺടച്ചബിൾ, രാജാ റാവു, ദ സർപ്പൻ ആൻഡ് ദ റോപ്പ്, അനിത ദേശായി, ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, R.K. നാരായൺ, മാൽഗുഡി ഡേയ്സ്, സൽമാൻ റുഷ്ദി, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, അരുന്ധതി റോയ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരവിന്ദ് അഡിഗ, ദ വൈറ്റ് ടൈഗർ, A.K. രാമാനുജൻ, ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്, ആൻ ഇൻഫോർമൽ എസ്സേ. മൊഡ്യൂൾ 9 അമേരിക്കൻ ലിറ്ററേച്ചർ ഫോർ ഡീറ്റെയിൽഡ് സ്റ്റഡി, വാൾട്ട് വിറ്റ്മാൻ, ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻലെസ്ലി റോക്കിംഗ്, എമിലി ഡിക്കിൻസൺ, ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ, റോബർട്ട് ഫ്രോസ്റ്റ്, ഹോം ബറിയൽ, Wallace Stevens, Sunday Morning, Edgar Allan Poe, The Raven, Maya Angelou, Phenomenal Woman, Eugene O'Neill, Emperor Jones, then Glass Menagerie by Tennessee Williams. Then Module 10 for non-detailed study, Emerson, Self-Reliance, Thoreau, Civil Disobedience, Arthur Miller, Death of a Salesman, E.E. Cummings, Buffalo Hills, Allen Ginsberg, America, Gertrude Stein, Dr. Hawthorne, The Scarlet Letter, Herman Melville, Moby Dick, Hemingway, Old Man and the Sea, Toni Morrison, The Bluest Eye. Then Module 11, Structure of English Language and Linguistics, Indo-European Family of Languages, Old English, Middle English, Modern English, Phonetics and Phonology, General Phonetics, Phonetic Transcription, Stress, Intonation, Morphology, Traditional Grammar and Modern Grammar, Form Class Words, Function class words, fallacies, socio-structuralism, syntax, PS grammar, TG grammar, deep structure, surface structure, Chomsky's trace theory, case grammar, systematic, stratification and pragmatics,
semantics, lexical semantics, metaphor, figures of speech, linguistics, psycholinguistics, sociolinguistics. Module 12, key concepts in ELT, ESL, EFL, mother tongue interference. Methods of teaching: grammar translation method, direct method, audiovisual method, suggestopedia, community language learning, learning theories, behaviorism, cognitivism, constructivism, learner factors, teaching aids, ICT, types of tests, tools for evaluation, error analysis and remedial teaching. Module 13, Literary Criticism and Theory, Aristotle, Poetics, Philip Sidney, An Apology for Poetry, Samuel Coleridge, Biographia Literaria, Chapter 14, Virginia Woolf, A Room of One's Own, T.S. Eliot, Tradition and Individual Talent, Northrop Frye, Archetypes of Literature, Cleanne Brooks, The Language of Paradox, Edmund Wilson, Marxism and Literature, Elaine Showalter, Feminist Criticism in the Wilderness, Jacques Derrida, Difference, Marx, The Fetishism of Commodities and the Secret Thereof, Sigmund Freud, The Conscious and the Unconscious, The Id and the Ego and the Superego, Beyond the Pleasure Principles, and Other Writings, Jagan Habermas, Modernity and Incomplete Project, Raymond Williams, Tradition, Institution, Formations. Stephen Greenblatt, Shakespeare and the Exorcist, Michael Foucault, Two Lectures from Power or Knowledge, The Unities of Discourse from the Archaeology of Knowledge and the Discourse on Language, Edward W. Zaid, Introduction to Orientalism, Helen Zixu, The Laugh of the Medusa, Eve Sedgwick, Epistemology of the Closet. Then Module 14, Culture Studies, Theodore W. Adorno, Culture Industry Reconsidered, In Culture Industry, Selected Essays on Mass Culture, Stuart Hall, Encoding or Decoding from Culture, Media, Language, Laura Mulvey, Visual Pleasure and Narrative Cinema, Judith Butler, Subject of Sex, Gender, Desire, From Gender Trouble, Feminism and the Subversion of Identity, Angela McRobbie, Postmodernism and Popular Culture. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് 8 മൊഡ്യൂൾ വരെയുള്ളതിൽ നിന്ന് നമ്മൾക്ക് 40 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വരിക. അതുപോലെ 9 to 14 30 മാർക്സ് ക്വസ്റ്റ്യൻ, ദെൻ ജനറൽ 30 മാർക്സ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മളുടെ 100 മാർക്സിൻ്റെ പേപ്പർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളുടെ കോർ സബ്ജക്റ്റിൽ നമ്മൾക്ക് കൂടുതലായിട്ടും പഠിക്കാൻ വരുന്നത് ഈ ലാസ്റ്റ് മൊഡ്യൂളുകൾ, കുറച്ച് 11 തൊട്ടുള്ള മൊഡ്യൂളുകളിൽ നിന്നാണ് നമ്മൾക്ക് കൂടുതൽ പഠിക്കേണ്ടി വരിക. ബാക്കിയൊക്കെ നമ്മൾ ഒരുവിധം പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മളുടെ ഈ ജനറൽ ടോപ്പിക്സ്, അതിലെയും കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് HSAയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്നുകൂടെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറേ നാളുകളായിട്ട് HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം ഓതേഴ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കുറേ വരുന്നത്. അപ്പോൾ അവരുടെ വർക്ക്സൊക്കെ ചിലത് മാത്രം മാറ്റേണ്ടെന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒന്നുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ, ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ പഠിച്ചാൽ നമ്മൾക്ക് നേടിയെടുക്കാവുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറച്ച് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ വളരെയധികം തിരക്കുകളിൽ പെട്ടിരുന്നത് കൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് ക്ലാസ്സുകളൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ HSSTയുടെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ സിലബസ് കൂടെ നമ്മളുടെ കണ്ടൻറ്റുകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഏത് രീതിയിലായാലും HSAയുടെ കൂടെ തന്നെ HSSTയും നേരിടാനായിട്ട് തയ്യാറായിരിക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.